യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു ഭീഷണി വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: പൊതുനിരത്തുകൾ അഥവാ റോഡുകൾ ഗതാഗതത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കും ഉള്ളതാണ്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുന്നാൾ നിസ്കാരം, ജുമാ നമസ്കാരം ഉൾപ്പെടെയുള്ള ഒത്തുചേരലുകൾക്ക് അനുവദിക്കില്ല. അഥവാ നിസ്കരിക്കണമെങ്കിൽ അത് ഷിഫ്റ്റായി വേണം നിർവഹിക്കാൻ. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാർ മറ്റു വഴികൾ സ്വീകരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി. മാത്രവുമല്ല, സ്നേഹത്തോടെ പറഞ്ഞാൽ കേൾക്കണം, അല്ലെങ്കിൽ മറ്റു വഴികൾ സ്വീകരിക്കും. ഇത് പറഞ്ഞ ശേഷം യോഗി പറഞ്ഞൊരു അശ്ലീലമുണ്ട്: നിങ്ങൾക്ക് വീടുകളിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഇടമില്ലെങ്കിൽ ജനസംഖ്യ നിയന്ത്രിക്കണം. മുസ്ലിങ്ങൾ അനാവശ്യമായി ജനസംഖ്യ കൂട്ടുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ബക്രീദിന് മാത്രമേ മൃഗബലി ചെയ്യാൻ പാടുള്ളൂ എന്നും അത് അനുവദിക്കപ്പെട്ട പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. പൊതുവെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അഥവാ റോഡിലെ നിയന്ത്രണം, അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഉത്തർപ്രദേശിന്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ തന്നെ ഒരു സ്വഭാവമുണ്ട്. പല നിസ്കാരങ്ങളും റോഡിലേക്ക് നീളുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ പൊതുജനത്തിന് മാർഗ തടസ്സം ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കപ്പെടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിൽ യോഗി പറഞ്ഞ റോഡുകൾ തടസ്സപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ഗൗരവം തന്നെ. എന്നാൽ ജനസംഖ്യ നിയന്ത്രണം പറഞ്ഞുള്ള ആ ജൽപ്പനവും അശ്ലീലവുമുണ്ട്. അത് യോഗിയുടെ എന്ന് മാത്രമല്ല, സംഘപരിവാറിന്റെ ഒരു മാനസിക പ്രശ്നം കൂടിയാണ്. കേരളത്തിൽ പല ഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾക്ക് പലരും മറുപടിയും നൽകിയിട്ടുള്ളതാണ്. മുസ്ലിങ്ങൾ ജനസംഖ്യ കൂട്ടുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ജനസംഖ്യ കൂടുന്നു, ഹിന്ദുക്കളിൽ കുറയുന്നു എന്നാണ് സംഘപരിവാർ പലപ്പോഴും പറയുന്നത്. പലതരത്തിൽ ഇതിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും പലരും പറയാറുണ്ടെങ്കിലും ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക്ക്: വിവാഹപ്രായമെത്തിയാൽ പെൺകുട്ടികളെ സമയത്തിനകം വിവാഹം കഴിപ്പിച്ചയക്കുക, കുടുംബജീവിതവും കുട്ടികളും കുടുംബാസൂത്രണവും ഒക്കെ എളുപ്പമാക്കുക, നടപ്പിലാക്കുക, വേഗത്തിലാക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഏക പരിഹാരം എന്നാണ് ഇത്തരം മറുപടി നൽകുന്ന ആളുകൾ പറയുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയാം. ജാതിയും ജാതകവും എല്ലാം നോക്കി കഴിയുമ്പോഴേക്കും ഹിന്ദു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് പ്രായം കൂടുകയും മറ്റും ചെയ്യുന്നത് കുടുംബ വളർച്ചയുടെ വേഗത കുറയ്ക്കും എന്നൊക്കെയാണ് ഇത്തരം ആളുകൾ അതിന് നൽകുന്ന മറുപടി. അത് തന്നെ വാസ്തവവുമാണ്. എന്നാൽ മുസ്ലിങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ തുറന്ന സമീപനമാണ്. 35 വയസ്സ് ആകും മുൻപ് തന്നെ 3 കുട്ടികളുടെയെങ്കിലും മാതാവും രക്ഷിതാക്കളും ഒക്കെയായി ഒരു കുടുംബം മാറുകയാണ്. എന്ന് വെച്ച് ഒരു വീടും സ്ഥലമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇക്കാര്യങ്ങൾ ഒരു അപകീർത്തി പരാമർശമായാണ് അദ്ദേഹം നടത്തിയത്. അതിന് പരിഹാരം മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ്. എന്ത് കാര്യത്തിനും പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുന്ന യോഗി മുകളിൽ പറഞ്ഞ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്ന നിസ്കാരത്തിന്റെ കാര്യത്തിലും ഇപ്പോഴും അതുതന്നെയാണ് അനുവർത്തിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകൾ പ്രകാരം റോഡുകൾ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ്. അത് മതപരമായ ചടങ്ങുകൾ നടത്തി തടസ്സപ്പെടുത്താനുള്ളതല്ല. അനുമതിയില്ലാതെ റോഡ് തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ അത് കേവലം മുസ്ലിം ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും മാത്രമാണോ എന്നതാണ് ഇതിലത്തെ ചോദ്യവും ഇതിൽ യോഗിയുടെ പക്ഷപാതപരമായ സമീപനവും. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈദ്ഗാഹുകൾ സ്ഥലം നിറയാതെ വരുമ്പോൾ അത് റോഡിലേക്ക് നീളുന്നത്, അതോടൊപ്പം തന്നെ ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ടും റോഡിലേക്ക് വെള്ളിയാഴ്ച ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നിസ്കരിക്കുന്നതുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കാരണമാകാറുണ്ട്. മുഹറം മാസത്തിൽ വലിയ താസിയ രൂപങ്ങളുമായി റോഡിലൂടെ എത്തുന്ന വിലാപയാത്രകൾ വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെയാണ് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത്. മുൻകൂട്ടി അനുമതി വാങ്ങിയ റൂട്ടുകളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടത്താവൂ എന്ന നിബന്ധനയുമുണ്ട് എന്ന് സർക്കാർ പറയുന്നു. എന്നാൽ അത് മാത്രം പ്രശ്നമാകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. സ്വാഭാവികമായിട്ടും മറ്റു പല മതവിഭാഗം, ഇനി ഉത്തർപ്രദേശിന് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാവടി യാത്രകൾ ഉണ്ടാവാറുണ്ട്. ശ്രാവണ മാസത്തിൽ ലക്ഷക്കണക്കിന് ശിവഭക്തരാണ് കാവടി യാത്രയുമായി പോവാറുള്ളത്. റോഡിലൂടെ നടന്നു പോകുന്ന ചടങ്ങാണിത്. ഇത് ഉത്തർപ്രദേശിലെ പ്രധാന ഹൈവേകളെ ദിവസങ്ങളോളം നിശ്ചലമാക്കാറുണ്ട്. ഇതിനായി ഇപ്പോൾ പ്രത്യേക റൂട്ടുകൾ നിശ്ചയിക്കുകയും പൊതുഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തരുത് എന്ന് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുർഗാ പൂജ, ഗണേശോത്സവം, വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രകൾ, ഉത്സവങ്ങൾക്ക് ശേഷം വിഗ്രഹങ്ങൾ പുഴയിൽ നിമഞ്ജനം ചെയ്യാനായി വലിയ ജനക്കൂട്ടം
ആ റോഡിലൂടെ കൊണ്ടുപോകുന്ന ഘോഷയാത്രകൾ നടക്കാറുണ്ട്. ശ്രീരാമൻ നവമി, ഹനുമാൻ ജയന്തി ശോഭായാത്രകൾ ഈ ഉത്സവങ്ങളുടെ ഭാഗമായി ആയുധങ്ങളേന്തിയും DJ സൗണ്ട് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചും വലിയ രീതിയിൽ റോഡുകൾ കയ്യേറി യാത്രകൾ നടത്താറുണ്ട്. ഇതിനും കൃത്യമായ റൂട്ട് മാപ്പും മുൻകൂട്ടി അനുമതിയും ഒക്കെ ആയിട്ടുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് റോഡിന്റെ വശങ്ങളിലുള്ള ജാഗരൺ പന്തലുകൾ, മതപരമായ പന്തലുകൾ, റോഡരികുകളിൽ താൽക്കാലിക പന്തലുകൾ കെട്ടി നടത്തുന്ന പൂജകൾക്കും മതപ്രഭാഷണങ്ങൾക്കും ഒക്കെ വേദിയാവാറുണ്ട്. ഇവയൊക്കെ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും മാത്രമാണ്. എന്നാൽ യോഗി ആദിത്യനാഥിന്റെ കണ്ണിൽ ചെറിയ പെരുന്നാളും ജുമാ നമസ്കാരവും മുഹറവും മാത്രമാണ് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നത്. അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിശ്ചയിച്ച ഇടങ്ങളിലൂടെ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം നടത്തുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ ഗതാഗത തടസ്സങ്ങളും നിയന്ത്രിക്കപ്പെടണം എന്ന കാര്യത്തിലും തർക്കവും സംശയവുമില്ല. വീടകങ്ങളിൽ സ്ഥലമില്ല എന്നതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നവും എവിടെയും ഇല്ല. ഒരു 3 കുട്ടികൾ ഉണ്ടാകുമ്പോഴേക്ക് എങ്ങനെയാണ് ഒരു വീടകങ്ങളിൽ സ്ഥലമില്ലാത്ത പ്രശ്നങ്ങൾ വരുന്നത്? എത്ര ആളുകൾ 3 മാത്രമാണോ? എത്ര 5ഉം 6ഉം 7ഉം കുട്ടികളുള്ള വീടുകളുണ്ട്. ഇനി ഉത്തർപ്രദേശിലൊക്കെ ചില കുഞ്ഞു വീടുകൾ ഉണ്ടാവാറുണ്ട്. അവിടെ പോലും ഇത്തരം പ്രശ്നങ്ങൾ വരാറില്ല. നിസ്കരിക്കുവാനുള്ള പള്ളികൾ പൊളിക്കപ്പെടുന്നതും പള്ളികൾക്കടിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന കള്ളക്കഥകൾ സൃഷ്ടിക്കപ്പെടുന്നതും അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നതുമൊക്കെയാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്. പള്ളികളിൽ സൗകര്യങ്ങൾ കൂട്ടണമെന്നതും ഗൗരവം തന്നെയാണ്. അതേസമയം ഗതാഗത തടസ്സമാണ് യഥാർത്ഥ പ്രശ്നമെങ്കിൽ ആ ഗതാഗത പ്രശ്നങ്ങളെയും ഒരുപോലെ കാണുകയും അതിന് പരിഹാരം കാണുകയും വേണം. പകരം പക്ഷപാതം കാണുകയും അപകീർത്തി പരത്തുകയും അല്ല വേണ്ടത്. അതിന് പരിഹാരം ഇതൊന്നുമല്ല എന്നുമാണ് യോഗിയെ അറിയിക്കുവാനുള്ളത്. waytonikah.com, the exclusive Muslim matrimonial site.